നമസ്തേ. സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ മാലയും വളയും ഒക്കെ വിൽക്കാൻ വരുന്ന ആൾക്കാരുമായിട്ട് എങ്ങനെ സംസാരിക്കാം നോക്കാം. ഹിന്ദിയിൽ മാലയും വളയൊക്കെ വിൽക്കാൻ പോകുന്ന ആൾക്കാരെ ഒതുങ്ങി പോകുമ്പോൾ അവരെ വിളിക്കുന്നത് നമുക്ക് ഒന്നിങ്ങോട്ട് വരൂ, അതിന് സഹോദര ഒന്നിങ്ങോട്ട് വരൂ എന്ന് പറയാൻ ഭയ്യാന്നോ ഭായി എന്നോ വിളിക്കാം. ജര ഇധറാവോ, ഭയ്യ ജര ഇധറാവോ. ഇതൊന്ന് കാണിക്കൂ, ജരായെ ദിഖാന, ജരായെ ദിഖാന. ജര എന്ന് പറഞ്ഞാൽ ഒന്ന് കാണിക്കൂ നമ്മൾ പറയത്തില്ലേ, ജരായെ ദിഖാന. ഇത് നല്ലതായി തോന്നുന്നു, ഇത് നല്ലതാണെന്ന് തോന്നുന്നു. ഏവാല അച്ഛാ ലഗ്രഹാ ഹേ. ഏവാല എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണത്തെ തൊട്ട് നമ്മൾ പറയുന്ന ഏവാല അച്ഛാ ലഗ്രഹാ ഹേ, ഇത് നല്ലതാണെന്ന് തോന്നുന്നു. വേറെ നിറമുണ്ടോ, ഓർ രംഗ് ഹേക്ക, അല്ലെങ്കിൽ ദൂസറ കളർവാല ഹേക്ക എന്ന് ചോദിക്കാം. രംഗ് എന്ന് പറഞ്ഞാൽ കളർ, അതറിയത്തില്ലെങ്കിൽ നമുക്ക് ദൂസറ കളർവാല ഹേക്ക അല്ലെങ്കിൽ ഓർ കളർ ഹേക്ക അങ്ങനെ ചോദിക്കാം. ഇനി വേറെ ഡിസൈൻ കാണിക്കൂ, ദൂസര ഡിസൈൻ ദിഖായേ അല്ലെങ്കിൽ ദൂസര ഡിസൈൻ ദിഖാവോ. ചെറിയ സൈസ് ഉണ്ടോ, ഛോട്ടാ സൈസ് ഹേ ക്യാ അല്ലെങ്കിൽ ക്യാ ഛോട്ടാ സൈസ് ഹേ. ഇനി ക്യാ ചേർക്കണം നിർബന്ധമില്ല, നമ്മൾ ആ പറയുന്നതിൻ്റെ ടോണ് കൊണ്ട് ക്യാ എന്നുള്ള ഇത് വരും. ഛോട്ടാ സൈസ് ഹേ അങ്ങനെ ചോദിച്ചാലും മതി. വലിയ സൈസ് ഉണ്ടോ, ബഡാ സൈസ് ഹേ അല്ലെങ്കിൽ ബഡാ സൈസ് ഹേ ക്യാ അങ്ങനെ ചോദിക്കാം. ഇത് ഏത് മെറ്റലിലാണ്, ഏ കിസ് ധാതു കാ ഹേ, ഏത് ലോഹത്തിൻ്റെയാണിത്, ഏ കിസ് ധാതു കാ ഹേ. ഇതിൻ്റെ നിറം പോകത്തില്ലല്ലോ അല്ലേ, ഇസ്കാ രംഗ് തോ നഹി നിക്ലേഗ. രംഗ് നിക്കൽന എന്ന് പറഞ്ഞാൽ കളർ ഇളകുക എന്നർത്ഥം, കളർ പോകുക. രംഗ് തോ നഹി നിക്ലേഗ, കളർ പോകത്തില്ലല്ലോ. കുറച്ചുകൂടെ ഇതായിട്ട് പറയണമെങ്കിൽ രംഗ് നെയ് ജായേഗാന അങ്ങനെ ചോദിക്കാം. ഇസ്കാ രംഗ് നഹി ജായേഗാന. ഗ്യാരണ്ടി ഉണ്ടോ, ഗ്യാരണ്ടി ഹേ ക്യാ, ക്യാ ഗ്യാരണ്ടി ഹേ അങ്ങനെയും ചോദിക്കാം. ഇത് എത്ര ദിവസം ഉപയോഗിക്കാൻ പറ്റും, ഏ കിത്തനെ ദിൻ ചലേഗ. കിത്തനെ ദിൻ എത്ര ദിവസം, കിത്തനെ ദിൻ ചലേഗ എത്ര ദിവസം ഇത് നടക്കും, അതിൻ്റെ അർത്ഥം എത്ര ദിവസം ഉപയോഗിക്കാൻ പറ്റും. ഹിന്ദിയിൽ ചലേഗ എന്നുള്ളതിന് കുഴപ്പമില്ല എന്നുള്ളൊരർത്ഥമുണ്ട്. ഇതുപോലെ ഈ വില കുറഞ്ഞ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കുമ്പോൾ നമ്മൾ പറയത്തില്ലേ ഇത് എത്ര ദിവസം നടക്കും, അങ്ങനെ എത്ര ദിവസം നടക്കും എന്നുള്ളതിന് കിത്തനെ ദിൻ ചലേഗ, അപ്പോഴും നമ്മൾ ചലേഗയാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ വില എത്രയാണ്, ഏ കിത്തനെ കാ ഹേ. അത് വെറുതെ ഏ കിത്തനെ കാ ഹേ എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ വില എന്താണെന്നുള്ള അർത്ഥം തന്നെ. അല്ലെങ്കിൽ ഇസ്കാ പ്രൈസ് കിത്തനാ ഹേ അങ്ങനെയും ചോദിക്കാം. ഇസ്കാ കീമത്ത് കിത്തനാ ഹേ. പല രീതിയിലും ചോദിക്കാം. ഇസ്കാ ദാം ക്യാ ഹേ അങ്ങനെയും ചോദിക്കാം. ഇസ്കാ ഭാവ് ക്യാ ഹേ, ദാം ക്യാ ഹേ, പ്രൈസ് കിത്തനാ ഹേ അങ്ങനെ നമുക്ക് ചോദിക്കാം. വളരെ വില കൂടുതലാണ്, ബഹുത് മെഹങ്കാ ഹേ. മെഹങ്ക എന്ന് പറഞ്ഞാൽ വില കൂടുതൽ. ബഹുത് മെഹങ്കാ ഹേ വളരെ വില കൂടുതലാണ്. ഇത് തന്നെ വേറെ രീതിയിൽ പറയാം, ദാം ബഹുത് ജ്യാദാ ഹേ അങ്ങനെ നമുക്ക്, അല്ലെ പ്രൈസ് ബഹുത് ജ്യാദാ ഹേ അങ്ങനെ പറയാം. കുറച്ച് കുറയ്ക്കൂ, തോടാ കം കർ ദോ. തോടാ കം കർന എന്ന് പറഞ്ഞാൽ കുറച്ച് കുറയ്ക്കുക. തോടാ കം കർ ദോ, കുറച്ച് വില കുറയ്ക്കൂ. തോടാ ദാം കം കർ ദോ എന്ന് പറയാം. ദാം തോടാ കം കർ ദോ, പ്രൈസ് തോടാ കം കർ ദോ. വില കുറഞ്ഞത് കാണിക്കൂ, സസ്താ വാല ദിഖായിയേ. സസ്താ വാല എന്ന് പറഞ്ഞാൽ വില കുറഞ്ഞത്, സസ്ത വില കുറവ്. സസ്താ വാല ദിഖായിയേ വില കുറഞ്ഞത് കാണിക്കൂ. അതുപോലെ വില കൂടിയത് കാണിക്കൂ എന്ന് പറയാനാണെങ്കിൽ മെഹങ്കാവാല ദിഖാവോ എന്ന് പറയണം. മെഹങ്കാവാല ദിഖാവോ. അവസാന വില പറയൂ, ലാസ്റ്റ് പ്രൈസ് എത്രയാണെന്ന് പറയൂ. ആഖിരി റേറ്റ് ബത്തായിയേ. ആഖിരി റേറ്റ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പ്രൈസ്. നമ്മൾ കുറച്ച് നേരം വില പേശി കഴിയുമ്പോൾ നമ്മൾ പറയത്തില്ലേ അവസാനം ഇനി എത്ര എന്നുള്ളത് പറ. ഫൈനൽ റേറ്റ് ബത്താവോ അല്ലെങ്കിൽ ഫൈനൽ റേറ്റ് ബോലോ, ആഖിരി റേറ്റ് ബോലോ. ഇതിനേക്കാൾ നല്ലതുണ്ടോ, ഇസ്സെ അച്ഛാ കോയി ഹേ. ഇതിനേക്കാൾ നല്ലത് എന്തെങ്കിലും ഉണ്ടോ, ഇസ്സെ അച്ഛാ കുച്ച് ഹേ അല്ലെങ്കിൽ ഇസ്സെ അച്ഛാ കോയി ഹേ. പുതിയ ഡിസൈൻ കാണിക്കൂ, നയാ ഡിസൈൻ ദിഖാവോ അല്ലെങ്കിൽ ദിഖായേ. ദിഖാവോ എന്ന് പറഞ്ഞാൽ മതി, നോർമലി നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങനെ പറയുന്നത്. നയാ ഡിസൈൻ ദിഖാവോ. ഇതെല്ലാം പഴയ ഡിസൈനാണ്. ഏ സബ് പുരാന ഡിസൈൻ ഹേ. ഏ സബ് ഇതെല്ലാം പുരാന ഡിസൈൻ ഹേ പഴയ ഡിസൈനാണ്. ഇതിപ്പോൾ ഫാഷനിലുണ്ടോ, ഏ അബ് ഫാഷൻ മേ ഹേ ക്യാ. ഇത് ലേറ്റസ്റ്റ് ആണോ എന്ന് ചോദിക്കുക. അല്ലെങ്കിൽ ഏ അബ് കാ ഫാഷൻ ഹേ,
ഏ അഭി കാ ഫാഷൻ ഹേ, അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചോദിക്കാം. ഇത് വെള്ളി പോലെയാണ്. ഏ ചാന്ദി ജൈസാ ഹേ, ചാന്തി എന്ന് പറഞ്ഞാൽ വെള്ളി, ചാന്ദി ജൈസ വെള്ളി പോലെ, ഏ ചാന്ദി ജൈസാ ഹേ, ഇത് വെള്ളി പോലെയാണ്. അല്ലെങ്കിൽ ഇത് വെള്ളി പോലെ തോന്നുന്നു, ഏ ചാന്ദി ജൈസ ലഗ്താ ഹേ, അങ്ങനെ പറയാം. ഇത് സ്വർണം പോലെയാണ് തോന്നുന്നത്, ഏ സോന ജൈസെ ദിക്താ ഹേ, അല്ലെങ്കിൽ ഏ സോന ജൈസെ ലഗ്താ ഹേ, രണ്ട് രീതിയിലും പറയാം. സോന ജൈസ ദിക്താ ഹേ എന്ന് പറഞ്ഞാൽ സ്വർണം പോലെ കാണുന്നു, സ്വർണം പോലെ തോന്നുന്നു എന്ന് പറയണമെങ്കിൽ സോന ജൈസെ ലഗ്താ ഹേ. വെള്ളം തട്ടിയാൽ കേടാകില്ലല്ലോ, വെള്ളത്തിലൊക്കെ നമ്മളത് ഇടുവാണെങ്കിൽ കേടാകത്തില്ലല്ലോ. പാനീസെ ഖരാബ് തോ നീ ഹോഗ, വെള്ളം കൊണ്ട് പാനീസെ ഖരാബ് ഹോന എന്ന് പറഞ്ഞാൽ ചീത്തയാകുക. പാനീസെ ഖരാബ് തോ നീ ഹോഗ, വെള്ളം തൊട്ടാൽ ചീത്തയാവത്തില്ലല്ലോ. ഇത് ദിവസവും ധരിക്കാമോ, ദിവസവും ഇടാമോ, ഏ റോജ് പഹൻ സക്താ ഹേ, ഏ റോജ് പഹൻ സക്താ ഹേ ക്യാ, ഇത് ദിവസവും ഇടാൻ പറ്റുമോ. കുട്ടികൾക്കായി എന്തെങ്കിലും ഉണ്ടോ, ബച്ചോങ്കെ ലിയെ കുച്ച് ഹേ, ബച്ചോങ്കെ ലിയെ കുട്ടികൾക്ക് വേണ്ടി, കുച്ച് ഹേ എന്തെങ്കിലും ഉണ്ടോ, അതിൻ്റെ കൂടെ ക്യാ ചേർത്തും ചോദിക്കാം. ബച്ചോങ്കെ ലിയെ കുച്ച് ഹേ ക്യാ. ഒരു ജോഡി തരൂ, ഏക് ജോഡി ദേന, രണ്ട് ജോഡി തരൂ എന്ന് പറയണമെങ്കിൽ ദോ ജോഡി ദേന. പൊട്ടിയാൽ മാറ്റി തരുമോ, അഗർ ടൂട്ട് ഗയാ തോ ബദലോഗെ, ടൂട്ട് ജാന പൊട്ടുക, ബദൽന ചേഞ്ച് ചെയ്യുക, മാറ്റുക. അഗർ ടൂട്ട് ഗയാ തോ പൊട്ടിപ്പോയാൽ, ബദലോഗെ എന്ന് പറഞ്ഞാൽ മാറ്റിത്തരുമോ. രണ്ട് വാങ്ങിയാൽ എത്രയ്ക്ക് തരും, ദോ ലൂം തോ കിത്തന കരോഗെ, ദോ ലൂം രണ്ടെണ്ണം എടുക്കുവാണെങ്കിൽ എന്നുള്ള അർത്ഥമാണ്. ദോ ലൂം തോ രണ്ടെണ്ണം എടുക്കുവാണെങ്കിൽ കിത്തന കരോഗെ എത്ര ചെയ്യും അല്ലെങ്കിൽ എത്രയ്ക്ക് തരും എന്നുള്ള അർത്ഥമാണ്. മൂന്ന് വാങ്ങിയാൽ കുറച്ച് കുറയ്ക്കുമോ, തീൻ ലേനെ പർ കുച്ച് കം ഹോഗ, തീൻ ലേനെ പർ മൂന്നെണ്ണം എടുക്കുവാണെങ്കിൽ കുച്ച് കം ഹോഗ കുറച്ച് കുറയ്ക്കുമോ. ഇത് മാലയാണോ, ഏ ഹാർ ഹേ ക്യാ, അല്ലെങ്കിൽ ഏ ഹാർ ഹേ അങ്ങനെ ചോദിച്ചാലും മതി. ഹാർ എന്ന് പറഞ്ഞാൽ മാല. ഇത് വളയാണോ, ഏ ചൂടി ഹേ ക്യാ, അല്ലെങ്കിൽ ഏ ചൂടി ഹേ, ചൂടി വള. ഇത് മോതിരമാണോ, ഏ അങ്കൂട്ടി ഹേ, അല്ലെങ്കിൽ ഏ അങ്കൂട്ടി ഹേ ക്യാ, അങ്കൂട്ടി മോതിരം. ഇത് പൊട്ടിപ്പോകത്തില്ലല്ലോ അല്ലേ, ഏ ടൂട്ടേഗാ തോ നഹി, ഏ ടൂട്ടേഗാ തോ നഹി, ഇത് പൊട്ടത്തില്ലല്ലോ അല്ലേ. കവറിലിട്ട് തരൂ, thൈലിമേൻ ഡാൽ ദീജിയെ, അല്ലെങ്കിൽ thൈലിമേൻ ഡാൽ ദോ, thൈലി എന്ന് പറഞ്ഞാൽ കവർ, ഡാലിന ഇടുക. എത്ര രൂപയായി, കിത്തനെ പൈസേ ഹുയേ, എത്ര രൂപയായി, കിത്തനെ പൈസേ ഹുയേ. എല്ലാം കൂടി എത്രയായി അങ്ങനെ ചോദിക്കണമെങ്കിൽ സബ് മിലാക്കർ കിത്തനെ ഹുവ അങ്ങനെ ചോദിക്കാം. ചില്ലറയുണ്ടോ, ഛുട്ടാ ഹേ ക്യാ, ഛുട്ടാ എന്ന് പറഞ്ഞാൽ ചില്ലറ, ഛുട്ടാ ഹേ ക്യാ ചില്ലറയുണ്ടോ. ഓൺലൈനായി പൈസ ഇടട്ടെ, ഓൺലൈൻ പേയ്മെൻറ്റ് കർദു, ഓൺലൈൻ പേയ്മെൻറ്റ് കർദു അല്ലെ ജി പേ കർദു അങ്ങനെ നമുക്ക് ചോദിക്കാം. ചെയ്തോളൂ അതിന് കർദോ കരോ അങ്ങനെ പറയാം മറുപടിയായിട്ട്, ഓൺലൈൻ പേയ്മെൻറ്റ് കർദോ. പണം കിട്ടിയോ, പൈസ മിൽഗേ, പൈസ മിൽഗേ ക്യാ, പൈസ കിട്ടിയോ അല്ലെ പൈസ വന്നോ, പൈസ ആകെ ക്യാ. കിട്ടിയില്ല എന്നുള്ളതിന് നഹീമില്ല, അല്ലെങ്കിൽ പൈസ വന്നില്ല നഹിയായ. ഇനി കിട്ടി എന്നുള്ളതിന് മിൽഗയ അല്ലെങ്കിൽ മില, പൈസ ആകയ അങ്ങനെ നമുക്ക് പറയാം. കുറച്ച് സമയത്തിനുള്ളിൽ കിട്ടും, തോടി ദേർമേ മിലേഗ, അല്ലെങ്കിൽ തോടി ദേർമേ ആയേഗ, കുറച്ച് സമയത്തിനുള്ളിൽ വരും. ഇന്നത്തെ വീഡിയോയിൽ ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ വളയും മാലയൊക്കെ വാങ്ങിക്കാറില്ല, ട്രെയിനിൽ നിന്നല്ല എവിടെ പോകുമ്പോഴും വളയും മാലയൊക്കെ വാങ്ങിക്കാനായിട്ട് എങ്ങനെ ഹിന്ദിയിൽ സംസാരിക്കണം എന്നുള്ളതിൻ്റെ കുറച്ച് സെൻറ്റൻസുകളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് വീണ്ടും വീണ്ടും കേട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. താങ്ക്